ഈ അന്വേഷണം ഈ അഴിമതി ആരോപണമെന്നൊന്നും എങ്ങ് എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം SFIO ഇത് എഴുതി ഇതിൻ്റെ ഇത് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് അവിടെ കൊണ്ടുവന്ന് കൊടുക്കും, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ കൊണ്ട് കൊടുക്കും. അവർ അത് അവിടെ മേശയുടെ കീഴിലും കിടന്ന് പൊടി പിടിച്ച് കിടക്കുന്നതല്ലാതെ അതിനകത്ത് നടപടിയൊന്നും എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതാണ് ഞാൻ നേരത്തെ മുതൽ പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഇതിനെ സംബന്ധിച്ചൊരു പ്രസ്താവന ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു ഇതിലെന്തെങ്കിലും നടക്കുമെന്ന്. അപ്പം ഇവിടെ സാധാരണക്കാരനെന്ന് പറയുന്നവനും പാവപ്പെട്ടവനും ഇനി ഒന്നും കിട്ടാൻ പോകുന്നില്ല. അവനിങ്ങനെ ചവിട്ടുകൊണ്ട് അവർ കിടക്കണം. ഇവിടെ ഈ ശതകോടീശ്വരന്മാരായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും അവരുമൊക്കെ മേലേക്ക് കുതിച്ചുകൊണ്ടിരിക്കും. ചവിട്ടേറ്റ് പാവങ്ങൾ പടുകുഴിയിലേക്ക് പതിച്ചുകൊണ്ടിരിക്കും. അതാ നടക്കാൻ പോകുന്നത്. അതേ നമുക്ക് നടക്കുള്ളൂ. അതാ കാണാൻ പോകുന്നത്. ഇത് കാണുമ്പോൾ ഉള്ള ധാർമ്മിക രക്ഷ കൊണ്ട് ഇത് പറഞ്ഞാണ്. അല്ലാതെ എനിക്കിപ്പോൾ ഒരാളിത് പറയണമെന്നൊന്നുമില്ല. ഞാൻ അത് ഈ പ്രതീക്ഷിക്കുന്ന ഇതൊക്കെ ഉള്ളൂ. എൻ്റെ പ്രതീക്ഷ ഇതിനെ സംബന്ധിച്ച് ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ഇത് ജനങ്ങളിലിപ്പോൾ ഇത് വളരെയധികം പടർന്നു പിടിച്ചിട്ടുണ്ട്. ഇത് മനസ്സിലായിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികളെ തന്നെ അവരെ ബോധ്യപ്പെടുത്താൻ പോലും ഇത് അവർക്ക് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ അഴിമതി രഹിതമാണ്, ഒന്നുമില്ല, യാതൊന്നുമില്ല, ഞങ്ങളിങ്ങനെ പശുമ്പാൽ മാത്രം കുടിച്ചുകൊണ്ട് നടന്നതാണ്, വേറെ ഒരു കുഴപ്പമില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് അതേപോലെ ദഹിക്കാൻ പറ്റുന്നതാണ്, അണികൾക്ക് പോലും പറ്റുന്നതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. സാധാരണ ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയണം. രാഷ്ട്രീയക്കാരുടെ അഴിമതികൾ തിരിച്ചറിയണം. ഞാനത് CPM-ൻ്റെ ഒന്നും ഇന്ന ഒരാളുടെ ഒന്നും പറയുന്നില്ല. ആരൊക്കെ ഉണ്ടോ അവരുടെ എല്ലാ അഴിമതികൾ തിരിച്ചറിയണം. ഈ അഴിമതി നടത്താനുള്ള അതാണ് ഈ രാഷ്ട്രീയക്കാർക്ക് അതിനുള്ള അവകാശമുണ്ട്. അത് അവരുടെ ജന്മാവകാശമാണെന്നൊരു കാഴ്ചപ്പാട് അവർക്കിപ്പോൾ വന്നിട്ടുണ്ട്. അതൊന്നും മാറ്റണം. ധാർമ്മികത തിരികെ കൊണ്ടുവരണമെങ്കിൽ ജനങ്ങൾ പ്രതികരിക്കണം. അതാ വേണ്ടത്. ഇതേപോലെ ഈ അഴിമതി ആരോപണങ്ങൾ, ഇത്രയും ഗുരുതരമായ ഈ അഴിമതി ആരോപണങ്ങൾ ജനങ്ങൾ ഒരിക്കലും മറന്നു പോകരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം മറക്കരുത്. ഇതിൻ്റെ സത്യസ്ഥിതി വെളിയിലേക്ക് വരണം. സത്യസ്ഥിതി വെളിയിലേക്ക് വരാനെന്താണ്? കൊടുത്തവൻ പറഞ്ഞു പൈസ കൊടുത്തെന്ന്. ഈ വാങ്ങിച്ചു പോയ ഒരാളൊഴിച്ച് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു വാങ്ങി, അത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വാങ്ങിയാണെന്ന് അവർ പറഞ്ഞു. ഈ പറയുന്ന ആൾ പറഞ്ഞു ഞാനല്ല ഇത് എന്ന് പറയുന്നു. ഇത് എങ്ങനെ ഇതൊന്ന് കൂട്ടി വായിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ എങ്ങനെയാണെന്ന്. ഒരിക്കലും ഇത് എന്തെങ്കിലും ഇപ്പോൾ ഈ CMRL ഒരുപാട് വഴിവിട്ട സഹായങ്ങൾ കിട്ടി എന്നുള്ളതാണ് ഇപ്പം വന്നേക്കുന്ന ഒരു ആരോപണം. 60 ഏക്കർ വസ്തു അവരവിടെ അക്വയർ ചെയ്തിരുന്നു. 60 ഏക്കർ വസ്തു ഈ കരിമണ്ണുള്ള വസ്തുവാണ്. അത് അതിനടുത്ത് തന്നെയാണ്. അത് അക്വയർ ചെയ്തു. അവിടെ വലിയ പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടി അക്വയർ ചെയ്തേക്കുന്നതാണ്. പക്ഷേ അത് നമ്മുടെ ഭൂപരിഷ്കരണ നിയമങ്ങളനുസരിച്ച് അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അത്രയും പറ്റുന്ന ഒരു കാര്യമല്ല. അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ അപേക്ഷ കൊടുത്തു. ഇത് ഇന്ന് എക്സംഷൻ വേണം, ഭൂപരിഷ്കരണ ചട്ടങ്ങളിൽ ഇന്ന് എക്സംഷൻ വേണം എന്ന് പറഞ്ഞപ്പോൾ അത് റവന്യൂ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അത് തള്ളിയതാണ്. റിപ്പോർട്ടെല്ലാം വാങ്ങിയിട്ട് അത് തള്ളി. 2 പ്രാവശ്യം തള്ളിയ കാര്യം മൂന്നാമത് വീണ്ടും കൊണ്ടുവരുന്നു, മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുവാണ്. കൊണ്ടുവന്നിട്ട് പ്രത്യേക ഒരു കുറിപ്പ് ഒരാൾ കൊടുക്കുന്നു. അത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. എനിക്കറിയില്ല. ആണെങ്കിൽ അങ്ങനെ കുറിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത് രേഖയാണല്ലോ. മന്ത്രിസഭയുടെ ആ മീറ്റിങ്ങിൽ ഇതുപോലെ ഇത് പരിഗണിക്കണം, ഇത് നമ്മൾ ഗണിക്കണം എന്നുള്ള കുറിപ്പ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അത് അദ്ദേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് രേഖ തന്നെയാണല്ലോ. അപ്പോൾ അതില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഞാൻ കണ്ടില്ലെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് വീണ്ടും ചർച്ചയ്ക്ക് എടുത്ത് പരിഗണിച്ച് അനുവദിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ എന്താണെന്ന്. അപ്പോൾ അവിടെ അതിനകത്ത് അഴിമതി ഉണ്ടെന്ന് ആളുകൾ സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റും നമുക്ക്. അതിന് തെളിവ് വേണം. ഇതിനൊക്കെ തെളിവ് ശേഖരിക്കേണ്ടതുണ്ട്. ആ തെളിവുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പറയാൻ സമ്മതിക്കാതെ ഒരാളെ വാ കുത്തിപ്പിടിച്ചിട്ട് തെളിവില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. അപ്പോൾ അതിന് പറയുന്നത് എന്താണ് ന്യായം? ഇത് മാത്യു കുഴൽനാടൻ പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് ഭൂമി കയ്യേറിയിട്ട് ഇപ്പോൾ പറയാൻ വന്നേക്കുകയെന്ന്. എന്തോ കയ്യേറിയുന്ന? അയാൾ വിളിച്ചു പറഞ്ഞു കയ്യേറിയിട്ടുണ്ടെങ്കിൽ അധികം ഉണ്ടെങ്കിൽ അതങ്ങ് എടുത്തോളാൻ, അല്ലെങ്കിൽ അതിന് നടപടിയില്ല. എടുക്കാമല്ലോ. അതിനല്ലേ നമുക്ക് റവന്യൂ വകുപ്പൊക്കെ ഉള്ളത്. അതൊക്കെ എടുക്കാമല്ലോ. അതനുസരിച്ച് ആരെങ്കിലും ലാൻഡ് കൺസർവൻസി ആക്ട് അനുസരിച്ച് അതിനെതിരായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടെങ്കിൽ, ആ പുറമ്പോക്ക് ഭൂമി കയ്യിരിപ്പുണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കാൻ ഒരു കുഴപ്പമില്ല. എടുക്കുന്നതിന് എടുക്കണം, വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞു. എടുക്കണം നിർബന്ധമായിട്ട്. കാരണം അദ്ദേഹവും രാഷ്ട്രീയക്കാരനായതുകൊണ്ട് അങ്ങനെ എടുക്കാം, കൈയടക്കി വെക്കാം എന്ന് വിചാരിക്കരുത്, തെറ്റാണ്. ഉണ്ടെങ്കിൽ അത് പിന്നെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു. ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിലൊന്നുമില്ല, ഉണ്ടെങ്കിൽ അത് എടുത്തോളൂ. അല്ലെങ്കിലും ഭൂമി തന്നെയല്ലേ, വേറെ കാര്യമൊന്നുമില്ലല്ലോ. ഇതുപോലെ പണം വാങ്ങുന്ന കാര്യമൊന്നും അല്ലല്ലോ ചെയ്തത്.
അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത്, ആരോപണങ്ങളെ പ്രതിരോധിക്കേണ്ടത് അങ്ങനല്ല. ആരോപണങ്ങളെ പ്രതിരോധിക്കാനും ഇപ്പം എന്താണെന്നറിയോ, അതിൻ്റെ സത്യം വിളിച്ചു പറയുന്നതിന് പകരം പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ള ഒരു തത്വമാണ്. അത് എന്താണെന്നറിയാം, അത് പണ്ടേ യുദ്ധങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. ഡിഫൻസ് എന്ന് പറയുന്നത് എന്തെന്നറിയോ, കൗണ്ടർ അറ്റാക്ക് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്ന് മിലിറ്ററിക്ക് തന്നെ ഒരു പ്രിൻസിപ്പിളുണ്ട്. അതായത് ആക്രമണം ഇങ്ങോട്ട് വരുമ്പോൾ പ്രത്യാക്രമണമാണ് ഏറ്റവും നല്ല ഡിഫൻസ് എന്ന് പറയും. അതാണ് ഇവിടെ നടക്കുന്ന ഡിഫൻസ്. ഇങ്ങനെ അതല്ല, ഇതാണോ ജനങ്ങൾക്ക് വേണ്ടത്? എനിക്ക് വേണ്ട ഇതല്ല. എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ ഒന്ന് തെളിക്കണം, എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന്, അദ്ദേഹത്തിൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് തെളിക്കണം. അല്ലെ എൻ്റെ മകളുടെ കൈകൾ ശുദ്ധമാണ് എന്ന് അദ്ദേഹം തെളിക്കണം. അപ്പം അതിന് പകരം മാത്യു കുഴൽനാടൻ വസ്തു അനധികൃതമായിട്ട് കൈവശം വെച്ചു ഉണ്ടെങ്കിൽ അതിന് നടപടിയെടുക്കണം. വേണ്ടെന്ന് ഇവിടെ ആരും പറയുന്നില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് അഴിമതി നടത്താനുള്ള അവകാശമുണ്ടോ? ഇപ്പൊ കാഴ്ചപ്പാടാണ്. വേറെ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ അയാളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ആരോപണം അയാളുടെ എതിരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, എനിക്കെതിരെയുള്ള ആരോപണങ്ങൾ സത്യമാണെങ്കിൽ പോലും എനിക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല എന്നൊരു കാഴ്ചപ്പാടാണ് നമുക്കിന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, EDയുടെ അന്വേഷണം വന്നിട്ട് കഴിഞ്ഞ ഇലക്ഷൻ ഇത് വെളിവാവാതെ ഇത് അമർത്തി വയ്ക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം BJPക്ക് മാത്രമാണ്. CPM-നുണ്ടോ ഇല്ലെന്ന് പറയണ്ട, കാരണം അത് അവരെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പ്രശ്നമായിരുന്നു. പക്ഷേ അത് അമർത്തി വെച്ചത് ആരാണ്? അത് അമർത്തി വെച്ചത് BJP തന്നല്ലേ. അപ്പോൾ ഇത് അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ജാഥ നടത്തുന്നതിൻ്റെ കാര്യം എന്തോ ജാഥയായി നടത്തുന്നത്, എന്തോ പറയാനായി നടത്തുന്നത്? ഇതൊക്കെ ഇവിടെ കുറെ ഗോഗുവ വിളിക്കും. പക്ഷെ അവിടുന്ന് ഇപ്പോൾ പ്രധാനമന്ത്രി വന്നു, നമ്മളൊക്കെ വിചാരിച്ചു ഇത് ഇങ്ങനെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന്. ഒരക്ഷരം മിണ്ടാതെ വളരെ മൗനമായിരുന്നല്ലോ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം. ഇത് അറിയാത്തതാണോ അദ്ദേഹത്തിന്? അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഏജൻസി, അദ്ദേഹം ഭരിക്കുന്ന അദ്ദേഹത്തിന്റെ കീഴിലുള്ള അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന ഏജൻസികളാണ് ഈ അന്വേഷണങ്ങൾക്ക് നടത്തിയിട്ടുള്ളത്. ആദ്യം